ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്നോട് ഒത്തിരി പേര് ഈ ചാനലിൽ കൂടി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചാർജസ് ആണ് KECBയിൽ അടയ്ക്കേണ്ടത്, ഇതിൽ ഏതൊക്കെ ചാർജസ് ആണ് റീഫണ്ടായി വരിക, KECB ഈ എമൗണ്ട് എപ്പോഴാണ് റീഫണ്ട് തരുന്നത്, റീഫണ്ട് പ്രോസസ്സായോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ KECB ഈടാക്കുന്ന രണ്ടു തരം ചാർജസുകളാണ്. ഒന്ന് ഫീസിബിലിറ്റി ചെക്കിന് വേണ്ടിയും രണ്ടാമത് സോളാർ പ്ലാന്റ് രജിസ്ട്രേഷൻ ഫീയും. ഫീസിബിലിറ്റി ചെക്കിന് വേണ്ടി KECBയുടെ ചാർജ് 1000 രൂപയും അതിൻ്റെ കൂടെ സ്റ്റേറ്റ് GST ആയി 90 രൂപയും സെൻട്രൽ GST ആയി 90 രൂപയും എല്ലാം കൂടി ടോട്ടൽ 1150 രൂപയാണ് KECBയിൽ അടയ്ക്കേണ്ടത്. ഈ അടച്ച ഫീസിബിലിറ്റി ചാർജിൽ നിന്ന് 1 രൂപ പോലും റീഫണ്ടായി കിട്ടുകയില്ല. ഈ മുകളിൽ കാണുന്നതാണ് ഫീസിബിലിറ്റി ചെക്കിന് വേണ്ടി KECBയിൽ അടച്ചാൽ കിട്ടുന്ന റെസീറ്റ്. ഫീസിബിലിറ്റി അപ്രൂവൽ കിട്ടി വെണ്ടർ പാനലിൻ്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ KECBയിൽ സോളാർ ഗ്രിഡ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. സോളാർ രജിസ്ട്രേഷൻ ഫീ ഓരോ കിലോ വാട്ട്സിനും കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് 1 കിലോ വാട്ട്സിന് 1000 രൂപയും 2 കിലോ വാട്ട്സിന് 2000 രൂപയും 3 കിലോ വാട്ട്സിന് 3000 രൂപയും അങ്ങനെ ഓരോ കിലോ വാട്ടിനും 1000 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഒരു 3 കിലോ വാട്ടിന് സോളാർ രജിസ്ട്രേഷൻ ചാർജായി 3000 രൂപയും അതിൻ്റെ കൂടെ സ്റ്റേറ്റ് GST 270 രൂപയും സെൻട്രൽ GST 270 രൂപയും എല്ലാം കൂടി ടോട്ടൽ 3540 രൂപയുമാണ് KECBയിൽ അടയ്ക്കേണ്ടത്. അതിനുശേഷമാണ് KECB സാധാരണ മീറ്റർ മാറ്റി സോളാർ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇങ്ങനെ അടക്കുന്ന സോളാർ ഗ്രിഡ് രജിസ്ട്രേഷൻ ഫീയുടെ 80% റീഫണ്ടായി ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ 3000 രൂപയുടെ 80% 2400 രൂപ KECB റീഫണ്ടായി നമുക്ക് തരുന്നതാണ്. റീഫണ്ട് ലഭിക്കുന്നതിനായി സോളാർ പ്ലാന്റ് രജിസ്ട്രേഷൻ ഫീയുടെ ഒറിജിനൽ റെസീറ്റും കസ്റ്റമറുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്ക് കോപ്പിയും പിന്നെ ഈ കാണുന്ന അപ്ലിക്കേഷൻ ഫോമും ഫിൽ ചെയ്ത് KECBയിൽ കൊടുക്കേണ്ടതാണ്. ഈ എമൗണ്ട് 1 മുതൽ 6 മാസത്തിനുള്ളിൽ KECB നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. റീഫണ്ട് എമൗണ്ട് പ്രോസസ്സിംഗ് ആയോ എന്ന് അറിയുവാൻ വേണ്ടി KECBയുടെ വെബ്സൈറ്റിൽ വിസിറ്റ് കസ്റ്റമർ പോർട്ടൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ലോഗിൻ ID വെച്ച് ലോഗിൻ ചെയ്യുക. ന്യൂ യൂസർ രജിസ്ട്രേഷനെ പറ്റിയുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽസ് ആൻഡ് സർവീസസിൽ ഹിസ്റ്ററി എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ കൺസ്യൂമർ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് മന്ത് എന്നതിൽ 6 മാസത്തെ കാലയളവ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ബിൽ നമ്പർ, ഡൗൺലോഡ്, ബിൽ മന്ത്, ബിൽ ടൈപ്പ്, ബിൽ ഡേറ്റ്, ബിൽ എമൗണ്ട്, ഡ്യൂ ഓൺ എന്നിവ കാണാം. ഇവിടെ ബിൽ ടൈപ്പിൽ താഴോട്ട് നോക്കിയാൽ സോളാർ രജിസ്ട്രേഷൻ റീഫണ്ട് എന്ന് കാണാം. ഏപ്രിൽ 22-ാം തീയതിയാണ് ഞാൻ റീഫണ്ടിനുള്ള അപേക്ഷ KECBയിൽ സമർപ്പിച്ചത്. മെയ് 7-ാം തീയതി ആകുമ്പോഴേക്കും KECBയുടെ സബ് ഓഫീസ് റീഫണ്ട് പ്രോസസ്സാക്കിയിട്ടുണ്ടെന്ന് കാണാം. ഇനി KECBയുടെ HO ഓഫീസിൽ നിന്ന് കൂടി അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. പിന്നെയും 2 മാസം കഴിഞ്ഞ് ജൂലൈ 30-ാം തീയതിയാണ് ഈ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.